അവരൊക്കെ ഏഷ്യത്തിന്റെ കുട്ടികളാണ്. ആഹാ, നമ്മളിവിടെ പുറത്തു നിന്ന് പറയുന്ന കാര്യം ഇവരെങ്ങനെ അകത്തറിഞ്ഞു? അക്ബറിന് ഒരു കപ്പ് എന്ന പദ്ധതി ഉണ്ടോ എന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോ അകത്തുള്ളവരും അത് പറയുന്നു. അക്ബർ ഏഷ്യനെറ്റിന്റെ കുട്ടിയാണ്, അതുകൊണ്ട് ഫൈനൽ 5 അക്ബർ വരും എന്നാണ് അവരിരുന്ന് സംസാരിക്കുന്നത്. ഈ ഒരു കാര്യം പുറത്തും ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. പക്ഷെ നിലവിലെ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കൂല. അപ്പോ വീടിനകത്തുള്ളവർക്ക് തന്നെ ഇതൊരു സംശയമായിട്ട് നിഴലിക്കാണ്. അക്ബർ ഏഷ്യനെറ്റിന്റെ തന്നെ കുട്ടിയായതുകൊണ്ട് ഫൈനൽ 5 കൊണ്ടുവരാനായിട്ട് ഏഷ്യനെറ്റ് തന്നെ ശ്രമിക്കുമെന്ന് അതിനുള്ളിലെ മത്സരാർത്ഥികൾ തന്നെ പറയുന്ന ഒരവസ്ഥ. എന്താണ് അപ്പൊ അവർക്കും കൂടി അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നല്ല അർത്ഥം. എന്തായാലും പുറത്തുള്ള നമ്മൾക്ക് തോന്നിയ അതേ കാര്യം തന്നെയാണ് അകത്തിരുന്നുകൊണ്ട് അവർക്കും തോന്നിയിട്ടുള്ളത്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ഇന്നത്തെ എപ്പിസോഡ് തന്നെ എടുക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ പറയുന്നുണ്ട്, അവർ തമ്മിലിരുന്ന് സംസാരിക്കാണ്. ആദില, നൂറ, അനുമോൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ നൂറ ഇരുന്നിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ നെവിനെ കൊടുക്കരുത് കോയിൻ എന്ന്. കൊടുത്തു കഴിഞ്ഞാൽ അത് ചെന്നെത്തുന്നത് അക്ബറിന്റെ കയ്യിലായിരിക്കും. നെവിനെ എന്ത് കിട്ടിയാലും അത് അക്ബറിന് കൊടുക്കുക എന്നൊരു ഡീലാണ് അവർ തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കോയിനുകൾ ചെന്നെത്തുന്നത് അക്ബറിന്റെ കയ്യിലായിരിക്കും. അങ്ങനെ വന്നാൽ ഏറ്റവും കൂടുതൽ കോയിൻ കയ്യിലുള്ളത് ആരാണോ അവർക്ക് നോമിനേഷൻ മുക്തി എന്നൊരു കാര്യമുണ്ട്. അപ്പൊ അത് അക്ബറിനെ കിട്ടും. അപ്പൊ അതിനെ ശ്രമിക്കരുത്, അങ്ങനെ നീ ചെയ്യരുത് എന്ന് അനുമോളുടെ അടുത്ത് നൂറയും ആദിലിരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ അതങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് അനുമോളോട് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അനുമോൾ ചോദിക്കുന്ന ഇതാണ്, അവിടെ നിവിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്നാണ് ചോദിക്കുന്നത്. 2 റൗണ്ടുകളാണ് ബോട്ടിൽ ടാസ്കിൽ കഴിഞ്ഞത്. ആദ്യത്തെ റൗണ്ടില് അവിടെ അനുമോള് 2 ടീമിന്റെയും ഫുൾ കുപ്പികൾ റിജക്ട് ചെയ്തു. ആ സമയത്ത് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടിയും പിടിയും കുപ്പികൾ വലിച്ചെറിയലും ഒക്കെ ആയിരുന്നു. പിന്നീടാണ് സെക്കൻഡ് റൗണ്ടിലെ അനു 1 പോയിന്റ് അനീഷിന്റെ ഗ്രൂപ്പിന് കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നു. അനീഷിനെ കൊടുക്കാനായിട്ട് 1 പോയിന്റ് കൊടുക്കാം, മറ്റവർക്ക് 0 കൊടുക്കാം എന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ജിഷിൻ അതിന് സമ്മതിച്ചില്ല. ജിഷിൻ അവിടെ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ 5-4 അല്ലെങ്കിൽ 4-3 എന്നുള്ള ലെവലിൽ കൊടുക്കണം. അതായത് ഒരു ബോട്ടില് അനീഷിന്റെ ഇതിന് കൂടുതൽ കൊടുക്കാം, ടീമിന് കൂടുതൽ കൊടുക്കാം, അല്ല ഇവർക്ക് 3 പോയിന്റും കൊടുക്കണം. ആകെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് 3 കുപ്പികളാണ് നമ്മുടെ നെവിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, അവിടെ ജ്യൂസ് നിറച്ചിട്ട്. അപ്പൊ ആ 3 കുപ്പിക്കും പോയിന്റ് കൊടുക്കണം, ഇവരിവിടെ കൊണ്ടുവന്ന കുപ്പിക്കും പോയിന്റ് കൊടുക്കണം. അങ്ങനെ 5-3 എന്നുള്ള ലെവലിൽ കൊടുക്കാം, അല്ലെങ്കിൽ 4-3 എന്നുള്ള ലെവലിൽ കൊടുക്കാം. ഇനി പോട്ടെ 4-2 എന്നുള്ള ലെവലിലാണെങ്കിലും കൊടുക്കാം എന്നൊക്കെയാണ് ജിഷിൻ അവിടെ പറഞ്ഞത്. പക്ഷെ അനുമോൾ ഒരു പൊട്ടിക്ക് സമ്മതിച്ചില്ല. കുപ്പികളിൽ ഇളക്കുണ്ടായിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. എന്നിരുന്നാൽ 1 കുപ്പി അതിലുള്ളതിൽ ഭേദം എന്ന് വെച്ചുകൊണ്ട് അവിടെ 1 ബോട്ടിലിന് കോയിൻ കൊടുക്കാനായിട്ട് തയ്യാറാണ്. എന്നാൽ ഓറഞ്ച് ജ്യൂസിനെ കൊടുക്കാനായിട്ട് അവർ തയ്യാറായില്ല. പക്ഷേ എല്ലാവരും കുറേ പേര് ഇപ്പൊ അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അനുമോള് ജഡ്ജായിരുന്നിട്ട് അവിടെ ചെയ്തത് മോശമായി പോയി, ക്വാളിറ്റി നോക്കുന്ന കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ആവാം എന്ന് അനുമോളെ കുറ്റപ്പെടുത്തുന്നത് കുറേ പേര് കണ്ടു. ഒന്നോർക്കുമ്പോൾ അത് ശരിയാണ്. അനുമോൾക്ക് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കോയിൻ കിട്ടി കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് അവർക്ക് ഫുഡ് അടിക്കാനായിട്ട് കയറാനായിട്ട് പറ്റുള്ളൂ പണിപ്പുരയില്. അപ്പൊ ആ ഒരു കാര്യങ്ങളും മാനിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അനുമോള് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ ഗെയിം അതിഗംഭീരമായിട്ട് അനുമോള് കളിച്ചു. എന്നാൽ ഹൗസിലുള്ള മൊത്തത്തിലുള്ളവർക്കുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോഴാണ് അനുമോളിനെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ സെക്കൻഡ് റൗണ്ട് വന്ന സമയത്ത് അവിടെ ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷിന്റെ 1 എണ്ണം ആക്സെപ്റ്റ് ചെയ്യാമെന്ന്. അതെന്തുകൊണ്ട് ജിഷിൻ അനുവദിച്ചില്ല? ജിഷിൻ അങ്ങനെയെങ്കിലും വിചാരിക്കായിരുന്നല്ലോ, ഒരു ടീമിനെങ്കിലും പോയിന്റ് കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് അനീഷിന്റെ ടീമിന് 1 പോയിന്റ്, മറ്റവർക്ക് പോയിന്റ് ഇല്ല, സെക്കൻഡ് റൗണ്ടിൽ അങ്ങനെ എന്ന് ജിഷിന് സമ്മതിക്കായിരുന്നില്ലേ? ജിഷിൻ ഒരു പോട്ടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ജിഷിൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന്. അനു വിചാരിച്ചു അനു പറയുന്നത് പോലെ മുന്നോട്ട് പോകണമെന്ന്. അപ്പൊ 2 പേര് പരസ്പര വിരുദ്ധമായിട്ട് നിന്നതുകൊണ്ടാണ് 2 ടാസ്കും ബിഗ് ബോസിന് അവിടെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ജിഷിൻ അനുമോളുടെ വഴിക്ക് വരായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ടാസ്ക് പരാജയപ്പെടില്ലായിരുന്നു. അതുപോലെ തന്നെ അനുമോള് ജിഷിന്റെ വഴിക്ക് വരാണെന്നുണ്ടെങ്കിലും. പക്ഷെ ജിഷിൻ അവിടെ ഗെയിമായിട്ട് കാണുന്നതിന് പകരം കുറച്ച് പാർഷ്യാലിറ്റി അവിടെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. അത് മാത്രമല്ല ഇവർക്ക് അവിടെ ക്യാപ്റ്റൻസി ടാസ്ക്, അതായത് ജിഷിനും അനുമോൾക്കും ഇതിലേറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നേരിട്ട് മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള എല്ലാവരും കയ്യിലെടുത്താൽ മാത്രമേ ഇവരിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ
ജിഷിനെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ജിഷിൻ ആ ഒരു പാർഷ്യാലിറ്റി അവിടെ കാണിച്ചതായിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും തോന്നിയത്. അനുമോള് എന്ത് വന്നാലും സാരില്ല എന്നുള്ള രീതിയിൽ തന്റെ ഗെയിം അതിഗംഭീരമായിട്ട് അനുമോള് കളിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു പേരെ പ്രേക്ഷകരെ അവിടെ അനുമോള് വെറുപ്പിക്കുകയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അവിടെ നിന്ന് ഇങ്ങനെ കെഞ്ചുന്നുണ്ട്, എന്തെങ്കിലും ഒരെണ്ണെങ്കിലും എടുക്കും, എന്റെ കുപ്പി എടുക്കും എന്നുണ്ട്. ഒരെണ്ണം എടുക്കാനായിട്ട് അനുമോള് തയ്യാറായിരുന്നു, പക്ഷേ അതിൽ കൂടുതൽ എടുക്കാനായിട്ട് സമ്മതമല്ലായിരുന്നു. അവിടെ ജിഷിൻ ആണെങ്കിൽ അതിൽ കൂടുതൽ എടുത്തേ പറ്റൂ എന്നുള്ള വാശി, അതോടൊപ്പം തന്നെ നെവിന്റെയും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഒരു വമ്പൻ പരാജയം ആ ടാസ്കിൽ നടക്കാനായിട്ട് ഇടയായത്. ഇനി അടുത്ത ദിവസം വരുന്ന സമയത്ത് അവിടെ മൊത്തത്തിൽ ചേഞ്ച് ആവുന്നുണ്ട്, ആൾക്കാർ മൊത്തത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അതിൽ നിന്ന് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ സീസൺ 7 മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ടാസ്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് കഴിവില്ലാത്തവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓരോ വീക്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടാസ്കും അലമ്പാക്കിയിട്ട് ഇവർ കളയും. അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ അലമ്പി കോളാക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബോട്ടിൽ ടാസ്കിലും ഉനിയിലൊക്കെ കുപ്പികളൊക്കെ ഞളക്കി കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാവരും, ഒരാളെ മാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആദില നൂറൊക്കെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട്. അനീഷിനെ കയറി ചൊറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇവർ വെറുപ്പിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഉള്ളതിൽ ഭേദം ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പൊ തിളങ്ങിയ മത്സരാർത്ഥികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷ് തന്നെയാണ്. അനീഷിനെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് വരാൻ കാരണം. അത്രയും ക്ഷമയാണ് അവിടെ അനീഷ് കാണിച്ചത്. അത്രയും ഇതില് അവിടെ നിന്ന് കെഞ്ചുന്നുണ്ടായിരുന്നു, മുട്ടുകുത്തി നിന്ന് അടക്കം കെഞ്ചുന്നുണ്ടായിരുന്നു, എന്റെ ബോട്ടിൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും നന്നായിട്ട് അവിടെ കെഞ്ചുകയും വിഷമിക്കുകയും ആ റോള് അതിമനോഹരമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ്. ആ മുട്ടുകുത്തി നിന്നിട്ട് കെഞ്ചുന്നത് പോലും ഇപ്പോ ഒരുപാട് പേര് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു സീനായിരുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോ അനീഷ് തന്നെയാണ് ഇന്നത്തെ ടാസ്കിൽ മികച്ചത്, അല്ലെങ്കിൽ മുൻപോട്ട് വന്ന ഒരു വ്യക്തി എന്ന് പറയാം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു പേർക്ക് പോസിറ്റീവായിട്ടും കുറച്ചു പേർക്ക് നെഗറ്റീവായിട്ടും അനുവിന്റെ ഗെയിം തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അനുവിനെ കുറെ നാളുകൾക്ക് ശേഷം സ്ക്രീൻ സ്പേസ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. കുറച്ച് നാളായിട്ട് അനു ഭയങ്കര ഡൗൺ ആയിരുന്നു. ലാലേട്ടൻ വന്ന എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും അനുവിനെ കൊടയായിരുന്നല്ലോ. അതിനുശേഷം അനു ഒന്ന് ഒതുങ്ങിപ്പോയിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാനായിട്ട് അനുവിന് സാധിച്ചിട്ടുണ്ട്. അവിടെ കുറെ പേർക്ക് അനുവിന്റെ അടുത്ത് കലിപ്പ് വന്നിട്ടുണ്ട്, അനീഷിന്റെ ഇത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട്. പക്ഷേ അനുവിന്റെ ഗെയിം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനു അവിടെ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവരാണ് ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു അവിടെ ഒറ്റയ്ക്ക് നിന്ന് നന്നായിട്ട് കളിച്ചു എന്ന് തന്നെ നമുക്കിതിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും അവരുടേതായ രീതിയിൽ കളിച്ചെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഷാനവാസ് നന്നായിട്ട് കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാനവാസ് അവിടെ കൃത്യമായിട്ട് ഓരോരുത്തരടുത്ത് ചെന്നിട്ട് ഡീൽ ഉറപ്പിച്ച് ആ ഗെയിം നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഷാനവാസിന് നല്ലൊരു സ്ക്രീൻ പ്രസൻസ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജിഷിനും ഇന്നത്തെ ദിവസം തിളങ്ങി നിന്നു എന്നുണ്ടെങ്കിൽ പോലും ജിഷിൻ അവിടെ ഫേവറിസം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. എല്ലാവർക്കും തോന്നിയോ എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ആ ഒരു കാരണം കൊണ്ട് ജിഷിൻ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിലൂടെ പോകുന്നതാണല്ലോ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജിഷിൻ അവിടെ ക്വാളിറ്റി ഓഫീസർ ആയതുകൊണ്ട് തന്നെ ജിഷിനും കുറച്ചധികം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും തന്നെ അലമ്പുണ്ടാക്കി ഗെയിം കൊള്ളാക്കാനാണ് ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സത്യം പറയാലോ എല്ലാം കൂടി അങ്ങ് വെറുപ്പിച്ച് കയ്യിൽ തന്നു എന്നാണ് നമുക്ക് പറയാനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോ നാളെ ഇതിൽ നിന്നല്ല വ്യത്യസ്തമായി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ജിസേല് അവിടെ ഫുഡിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കിച്ചണിൽ. അതാണ് എപ്പിസോഡിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. അവിടെ എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് 2 ചപ്പാത്തിയല്ലേ വേണ്ടോ, അതങ്ങോട്ട് തായോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു. അല്ല, വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതുപോലെ തന്നെ വിശന്നിട്ടാണ് എല്ലാവരും ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് നിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് ഞങ്ങളും അതുപോലെ വിശന്നിട്ടാണ് നിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പോയി കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല, എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നൊരു കാര്യമാണ് ബിന്നി അവിടെ പറഞ്ഞത്. അപ്പൊ ബിന്നിയുടെ വശത്തുനിന്ന് നോക്കുന്ന സമയത്ത് ആ പറഞ്ഞതും ന്യായമാണ്. വിശക്കുന്ന ആൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യായവുമാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എവിടെ ന്യായം എവിടെ അന്യായം എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അവിടെ എല്ലാവരും വിശന്ന് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം തിന്നാന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവിടെ ജിസേലിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇല്ല എല്ലാവരും ഒരുമിച്ച് ഇനിയേ കഴിക്കുള്ളൂ, ഒരാൾക്ക് സെപ്പറേറ്റ് തരില്ല എന്ന് അവർ ഒരുമിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പൊതുപ്പിന്റെ അടിയിൽ പോയിരുന്നിട്ട് ജിസേല് എന്തോ ഇരുന്ന് കട്ട് തിന്നുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നുവെച്ചാൽ ജിസേലിനെയും ആരും
അതിനൊക്കെ സെപ്പറേറ്റ് റൂൾ ആണല്ലോ. അപ്പൊ പിന്നെ അവർക്കൊക്കെ എന്തും ചെയ്യാലോ. പിന്നെ മോഷ്ടിച്ച് എടുത്ത് വെച്ച് കഴിക്കുന്ന ശീലം ഇവർക്കൊക്കെ ഉള്ള കാര്യവുമാണ്. പിന്നെ നമ്മുടെ നിവിനാണ് ഇതിലും മിടുക്കൻ എന്നറിയാം നമുക്ക്. ഇപ്പോൾ ആ ടാസ്കിൽ പോലും ഏറ്റവും കൂടുതൽ ജ്യൂസ് കുടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിവിനാണെന്ന് പറയേണ്ടി വരും. എല്ലായിടത്തും ഒന്ന് നിരത്തി പിടിച്ച് ജ്യൂസ് കുടിച്ചുകൊണ്ട് നടക്കലായിരുന്നു നിവിന്റെ പണി. അപ്പോൾ എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ടാസ്ക് മുഴുവനായിട്ട് കൊള്ളാവുമോ അതോ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കണ്ടിട്ട് തീരുമാനിക്കാം.